ബാബറി മസ്ജിദ് പൊളിച്ച സമയത്ത് കോൺഗ്രസ്സുകാരായിരുന്നു ഇവിടെ അധികാരത്തിരുന്നത്. അന്ന് കോൺഗ്രസിൻ്റെ ദേശീയ നേതാവായിരുന്ന ആളാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഉത്തരവാദിത്വം ഇന്നിപ്പോൾ ഒരു വർഗീയ പാർട്ടി ഇവിടെ ഭരിക്കുന്നതിൽ ഒരു വലിയ ഉത്തരവാദിത്വം കോൺഗ്രസിനോടില്ലേ? അന്ന് പ്രധാനമന്ത്രി നരസിംഹറാവുവാണ്. കോൺഗ്രസിൻ്റെ MLA-മാരെയാണ് കൂടുതൽ ബി ജെ പി വിലയ്ക്ക് വാങ്ങിക്കുന്നത്. അപ്പോൾ ഈ വർഗീയ രാഷ്ട്രീയത്തിന് ഇവിടെ കുടപിടിച്ചത് കോൺഗ്രസ്സുകാരല്ലേ? ബാബറി മസ്ജിദ് തകർത്തത് അന്നത്തെ ബി ജെ പിയുടെ നേതൃത്വത്തിൽ നടന്ന ഒരു കലാപമാണ്. ആ കലാപത്തെ നമ്മൾ എതിർക്കുകയും അതിനുശേഷം അത് തയ്യാറാകാത്ത ഗവൺമെൻറ്റിനെ പിരിച്ചുവിടുകയും ചെയ്തു. അന്നത്തെ കേന്ദ്ര ഗവൺമെൻറ് തന്നെ അതിനെ എതിർക്കാൻ ബാധ്യസ്ഥമായ സംസ്ഥാന ഗവൺമെൻറ് ചെയ്യാത്തത് കൊണ്ട് ആ ഗവൺമെൻറ്റിനെ പിരിച്ചുവിടുകയും ചെയ്തു. അപ്പോൾ ബി ജെ പി ചെയ്ത കലാപത്തിന് ഉത്തരവാദിത്വം കോൺഗ്രസിൻ്റെ തലയിൽ വെച്ചിട്ടിട്ട് കാര്യമില്ല. അതല്ല സാർ, ഇന്ദിരാഗാന്ധി ജീവിച്ചിരുന്നെങ്കിൽ ബാബറി മസ്ജിദ് തകർക്കപ്പെടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു വലിയ ജനവിഭാഗം ഇന്ത്യയിൽ ഇന്നുമുണ്ട്. ആ ഒരു ഇത് രാജീവ് ഗാന്ധിക്ക് സാധിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ മരണശേഷമാണെന്നുണ്ടെങ്കിലും കോൺഗ്രസ് ഈ അജണ്ടയ്ക്ക് കൂട്ടുനിന്നുവെന്ന് തന്നെ ഈ ആൾക്കാർ വിശ്വസിക്കുന്നുണ്ട്. ഇപ്പോഴും കോൺഗ്രസ് ഒരിക്കലും കൂട്ടുനിന്നിട്ടില്ല. കോൺഗ്രസിൻ്റെ ഒരു ആവശ്യമില്ല. കോൺഗ്രസ് എന്നും മതേതര ജനാധിപത്യ മൂല്യങ്ങൾക്ക് പിന്തുണ കൊടുക്കുന്ന പ്രസ്ഥാനമാണ്.